നിങ്ങളുടെ അസിഡിറ്റി എത്ര പഴകിയതുമായിക്കോട്ടെ ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പഴകിയ അസിഡിറ്റി മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പഴകിയ കാലങ്ങളായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില ഭക്ഷണ രീതികളും ജീവിതശൈലികളും മാറ്റിയാൽ തന്നെ വലിയ വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ടുള്ളത് മലയാളികളുടെ പ്രത്യേകിച്ച് നമുക്കുള്ളൊരു ശീലമാണ്, നമ്മുടെ പഴകിയ ഒരു സ്വഭാവമാണ് നമ്മുടെ പഴകിയ അസിഡിറ്റിക്ക് കാരണമാകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അമിതമായിട്ട് ചായ കാപ്പി, പ്രത്യേകിച്ച് പാൽ ചായ, പാൽ കാപ്പി, അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും കുടിക്കുന്നത് നമുക്ക് നല്ലതല്ല. പ്രത്യേകിച്ച് നമുക്ക് കട്ടൻ ചായ കുടിക്കുന്നത് അത്രയും പ്രയാസം ഉണ്ടാക്കില്ല. പക്ഷെ പാൽ ചായ, പാൽ കാപ്പി, കട്ടൻ കാപ്പി ഇത് 3ഉം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിൽ ഓവറായിട്ട് അസിഡിറ്റി ഉണ്ടാകുകയും അതിൻ്റെ തൽഫലമായിട്ട് ഇതുപോലെ നമുക്ക് വയറിൽ എരിച്ചിൽ, പുകച്ചിൽ, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, വയറ്റിൽ മലബന്ധം ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്കൊക്കെ അത് നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത അസിഡിറ്റി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടത് പാൽ ചായ, പാൽ കാപ്പി, കട്ടൻ കാപ്പി ഇത് 3ഉം ഒഴിവാക്കുക. പലപ്പോഴും നമ്മളിത് കാലങ്ങളായിട്ട് ഇങ്ങനെ കുടിച്ച് ശീലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടിച്ച് ശീലിച്ച വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ പലരും പറയും, ഡോക്ടറെ ചായ കുടിച്ചതുകൊണ്ടാണ് എനിക്ക് ഉന്മേഷം കിട്ടുന്നത്, ചായ കുടിക്കുമ്പോഴാണ് എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നത്, ഇങ്ങനെയുള്ള ഒഴിവുവഴികളൊന്നും പറയാണ്ട് അത് കൃത്യമായി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ അസിഡിറ്റി ദഹന പ്രശ്നങ്ങളിൽ വരുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാൽ ചായ, പാൽ കാപ്പി, കട്ടൻ കാപ്പി ഇവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കട്ടൻ ചായ അല്ലെങ്കിൽ ഹെർബൽ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ എന്നിവ കുടിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ പഴകിയ അസിഡിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റേണ്ട മറ്റൊരു ജീവിതശൈലിയാണ് രാത്രിയിലെ ഭക്ഷണം വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പലരും രാത്രിയിലെ ഭക്ഷണം എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. രാത്രിയിൽ എത്ര നേരത്തെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവോ അത്ര നേരത്തെ തന്നെ കഴിക്കുക. ഒരു 8 മണിക്ക് മുൻപെങ്കിലും രാത്രിയിൽ അത്താഴം കഴിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ലേറ്റ് ആയിട്ട് കഴിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലിയുടെ സാഹചര്യങ്ങൾ, നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയുള്ള ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അതിൽ പറ്റത്തില്ല. പക്ഷേ പരമാവധി രാത്രിയിൽ നോൺ വെജ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഹെവി ആയിട്ട് അങ്ങനെയുള്ളവർ ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാവരും രാത്രിയിലെ ഭക്ഷണം ഒരു 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അസിഡിറ്റി പോലെ, പ്രത്യേകിച്ച് നെഞ്ചരിച്ചിൽ, മറ്റ് IBS അല്ലെങ്കിൽ വൈറൽ അൾസർ, പുണ്ണ്, ഗ്യാസ്ട്രൈറ്റിസ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറാണ്ട് അലട്ടുന്നുണ്ട്. നിങ്ങൾ പല ട്രീറ്റ്മെന്റ് എടുത്തു, പല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടൊന്നും ഇത് നിങ്ങളെ വിട്ടുമാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും ഒരു ഗുണവും നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടത്തില്ല. ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഒരു ചെറിയ കുറവൊക്കെ അനുഭവപ്പെടാം, പക്ഷെ പൂർണ്ണമായിട്ട് ഇത് നിങ്ങളെ വിട്ടുമാറുകയില്ല. കാരണം വൈകിട്ട് 8 മണിക്ക് ശേഷം ഇതുപോലെ വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വയറിൽ അത് ദഹിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഒരു 8 മണിക്കൊക്കെ ശേഷം നമ്മുടെ ഗട്ട് ഷട്ട് ഡൗൺ ചെയ്യും. പിന്നെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ വളരെ കൂടുതൽ സമയമെടുക്കും. ഒരു 8 മണിക്ക് ശേഷമൊക്കെ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കിടന്നുറങ്ങുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ റിക്കവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ രീതിയിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിലുണ്ടായ ഇഞ്ചുറീസ്, ഉണ്ടായ സ്ട്രെസ് കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയമാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ച് ഇതുപോലെ കിടക്കുകയാണെങ്കിൽ ശരീരം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ വയറിൽ കിടക്കുന്ന ഭക്ഷണം എങ്ങനെയെങ്കിലും ദഹിപ്പിക്കാനായിട്ട് അത് പാടുപെടുകയായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഇതുപോലെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പലർക്കും പല രോഗങ്ങളും ഇതുപോലെ വിട്ടുമാറാണ്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടലിൽ അമിതമായിട്ട് ഗട്ട് ബാക്ടീരിയ ഉണ്ടാവുകയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചൊറിച്ചിൽ, അതുപോലെ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന വേരിയേഷൻ, തലയിലെ താരൻ, മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ച് ഗട്ട് ബാക്ടീരിയ കൂടുതൽ ഓവറായിട്ട് ഉണ്ടായിട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും രാത്രിയിലെ ഭക്ഷണം 8 മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ടുള്ള കാര്യമാണ് നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിലെ തന്നെ കഴിച്ച് ശീലിക്കുന്ന 2 തരം പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് ഗോതമ്പടങ്ങിയതും ഉഴുന്നടങ്ങിയ ഭക്ഷണങ്ങൾ. വളരെ റെഗുലർ ആയിട്ട് നമ്മൾ ദോശയായിട്ടും ചപ്പാത്തിയായിട്ടും മറ്റ് പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഗോതമ്പ് അതുപോലെ തന്നെ ഉഴുന്ന് ദഹന പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. അത് നല്ലതല്ല. പലപ്പോഴും നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനും ഷുഗർ ഉള്ളവരും ഒക്കെ ഈ പറയുന്ന ഗോതമ്പടങ്ങിയ സാധനം നല്ലതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ഗോതമ്പ് ദോഷമാണെന്നല്ല പറയുന്നത്. പലപ്പോഴും ദഹന പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉഴുന്നും ഗോതമ്പും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഗോതമ്പിൽ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ദഹന പ്രശ്നങ്ങൾ, അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ദഹിപ്പിക്കാൻ വയറിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വയറിൽ ഓവറായിട്ട് അസിഡിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമുക്കത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ മലബന്ധം, അതുപോലെ കൂടെ വയറ്റിൽ നിന്ന് പോകണം, IBS പോലുള്ള സിംറ്റംസിലേക്ക് അത് നമ്മളെ നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗോതമ്പ്, ഉഴുന്ന് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ദോശ, അങ്ങനെ ഇഡലി അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പരമാവധി നമുക്ക് റാഗി കൊണ്ട് ദോശയോ ഇഡലിയോ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓട്സ് കഴിക്കാം, മില്ലറ്റ്സ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഉപ്പുമാവ് സാധാ റവ കൊണ്ട് ഉണ്ടാക്കി കഴിക്കാം.
അതല്ലാണ്ട് നമ്മൾ ഉഴുന്നടങ്ങിയതും ഗോതമ്പടങ്ങിയതുമായ ഭക്ഷണങ്ങൾ വളരെ റെഗുലറായിട്ട് കഴിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അസിഡിറ്റി, കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ദഹന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.